കൂട്ടുകാരെ, സുഖം തന്നെ. ചേച്ചിയുടെ ഒരു കാര്യം പറയാനായിട്ട് വന്നതാ കേട്ടോ. എൻ്റെ ഒരു കഥ, എൻ്റെ ജീവിതകാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ എന്നോട് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എനിക്കൊരു പ്രയാസവും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എപ്പോഴും ഒരു ടെൻഷനായിരുന്നു, അങ്ങനെ എപ്പോഴും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ എൻ്റെ കൊച്ചുമോൻ പറഞ്ഞു, അമ്മാമ്മേ എല്ലാവരും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്ന അമ്മാമ്മ എന്തോരം വിഷമിച്ചിരിക്കുന്നേ, ഞാൻ ചാനൽ എടുത്തു തരാം അമ്മ, എനിക്കറിയാൻ എടുത്തു തരാമെന്ന് പറഞ്ഞ്. അങ്ങനെ എൻ്റെ കൊച്ചു മോന, എൻ്റെ പൊടിമോനായ എനിക്ക് ഈ ചാനൽ എടുത്തു തന്നത്. അങ്ങനെ പിന്നെ എനിക്ക് ആദ്യമൊന്നും ഇതൊന്നും ചെയ്യാനൊന്നും അറിയത്തില്ലായിരുന്നു. ഇതെങ്ങനെ ചെയ്യുന്നത്, ഈ ചാനലിൻ്റെ ഒരു കാര്യവും എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ആദ്യം പിന്നെ ഒരേ കാര്യങ്ങൾ പറഞ്ഞിടുകയും പണ്ടത്തെ പഴയ പാട്ടുകൾ, നാടൻ പാട്ടുകളും അങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ ഇടുമായിരുന്നു. അങ്ങനെ പിന്നെ ഇപ്പം വലിയ കുഴപ്പമില്ല. ഇപ്പം ചെറുതായിട്ട് പഠിച്ചു വന്ന് ദൈവം ചെറുതായിട്ടൊരു കഴിവ് പോലെ തന്ന്, ഇത് പറയാനുള്ള കഴിവും ചെയ്യാനുള്ള കഴിവുകളൊക്കെ തന്ന് ചെറുതായിട്ട് എല്ലാം ദൈവത്തിനെ എപ്പോഴും ഞാൻ ദൈവത്തിനെ വിളിക്കുന്നുണ്ട്. ദൈവമേ, എനിക്ക് ഇനി ഈ ഗതി എപ്പോഴാണ് ഈ മാറുന്ന, നല്ലൊരു ഭാഗ്യം വരണേ എന്ന് ഞാൻ എപ്പോഴും ദൈവത്തിനോട് പറയുന്നുണ്ട്. പിന്നെ എല്ലാവരും എന്നോട് ചോദിക്കുന്നു, കമൻ്റൊക്കെ ഇട്ട് ചോദിക്കുന്നു, ചേച്ചി ചാനലിനകത്ത് ചേച്ചിക്ക് പിന്നെ ചേച്ചി പാവങ്ങളാ എന്നൊക്കെ പറയുന്നു കേട്ട്. ചേച്ചിയെ കണ്ടാൽ നല്ലൊരു ചേച്ചി, നല്ലൊരു ഫാമിലി ആയിട്ടുള്ള ഒരാളാന്ന് തോന്നുന്നു, കണ്ടിട്ട് നല്ലൊരു ഫാമിലിയാന്ന് തോന്നുന്നു എന്നൊക്കെ കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും അല്ല, ചില ആൾക്കാരൊക്കെ കമൻ്റ് ഇടുന്നുണ്ട്. നമ്മൾ തിരിച്ചൊന്നും മറുപടി, ഞാൻ ആരിനി കെട്ട കാര്യങ്ങൾ പറഞ്ഞാലും നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ തിരിച്ച് മറുപടിയൊന്നും കൊടുക്കത്തില്ല. എനിക്കത് ഇഷ്ടമല്ല. എന്താണെന്ന് വെച്ചാൽ തിരിച്ച് മറുപടി കൊടുത്താൽ അവർ പിന്നെയും അവർ ഇട്ടുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. നമ്മളെന്തോനെ അങ്ങനെ തിരിച്ച് മറുപടി കൊടുക്കുന്നത്, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അത് തന്നെയല്ല, നമ്മൾ ഇത് തുടങ്ങിയാൽ, ചാനലിൻ്റെ കാര്യങ്ങൾ തുടങ്ങിയാൽ എല്ലാവരും നല്ലതും കെട്ടതും എല്ലാം പറഞ്ഞിടും. അന്നേരം നമ്മൾ അതിനകത്തൊന്നും മൈൻഡ് ചെയ്യാൻ പോരുത്, നമ്മളതൊന്നും ശ്രദ്ധിക്കാൻ പോരുത്. നമുക്ക് കഴിവുള്ള കാര്യങ്ങൾ ചെയ്തിടുക, പറഞ്ഞിടുക, കറി വെച്ച് പിന്നെ പാചകം ചെയ്തിടുക, കോമഡി പറയുക, ഡയലോഗ് പറയുക, പാട്ട് പാടുക, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ കഴിവുള്ളത് ചെയ്യുക. ചിലപ്പം നല്ലതായിരിക്കും ചിലത്, ചിലപ്പം കെട്ടതായിരിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത്. നമുക്ക് അത്ര നല്ല വലിയ പഠിപ്പും കാര്യങ്ങളോ വലിയ ഇതൊന്നും ഇല്ല, വലിയതായിട്ടുള്ള കഴിവുകളൊന്നും ഇല്ല. അങ്ങനെയൊക്കെ ഓരോരുത്തർ കമൻ്റ് ഇടുന്നുണ്ട്. പിന്നെ അങ്ങനെ എൻ്റെ സ്വന്തം സ്ഥലം എന്ന് വെച്ചാൽ കായംകുളം എന്ന് വെച്ചാൽ മുതുകുളം. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ വിതുര സ്ഥലത്ത് വന്നിട്ട് ഇപ്പോൾ ഒരു 13 വർഷമൊക്കെ കഴിഞ്ഞു, 14 തോന്നുന്നു. 13 വർഷം കഴിഞ്ഞു, 14ാമത്തെ വർഷം തുടങ്ങുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പം എൻ്റെ ചേട്ടന് ചെറിയ ചേട്ടൻ തന്നെയല്ലേ പണിക്കൊക്കെ പോകുന്നതും കാര്യങ്ങളും. ഒരാൾ പോയാൽ എന്തെല്ലാം കാര്യം നേടാൻ ഒരു വീട്ടിലേക്ക് 2 പേര് പോയിട്ട് പോലും ഒക്കുന്നില്ല ഒരേ വീട്ടുകളിൽ കഴിയാൻ. അങ്ങനെ ഞാനും ഇവിടെ വന്നിട്ട് ഇവിടെ ഉള്ള ആൾക്കാരുടെ കൂടെയൊക്കെ ആദ്യം കാർഡ് എടുക്കാനായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. കാടെടുക്കാൻ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ വനങ്ങളുണ്ട്. പിന്നെ ഈ തേര് കയറിപ്പോണം, പൊക്കവും താഴ്ചയൊക്കെ. നമ്മുടെ നാടെന്ന് വെച്ചാൽ മണൽ. ഇവിടൊക്കെ അങ്ങനല്ലല്ലോ. അങ്ങനെ ഞാൻ കാടെടുക്കാനൊക്കെ പോകുമ്പം തെന്നി വീഴും, എനിക്ക് നടക്കാൻ അറിയത്തില്ല. അങ്ങനെയൊക്കെ ഒത്തിരി വീണിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഞങ്ങളുടെ ഭാഷയും കൂടെ വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ ഭാഷ പറയുമ്പോൾ ഇവിടെ വേറെ അഴുക്ക കാര്യങ്ങളൊക്കെ പോലെ തോന്നും. അങ്ങനെ എല്ലാവരും എന്നെ കളിയൊക്കെ ആക്കുമായിരുന്നു. പിന്നെ നമുക്ക് ജോലി പഠിക്കണ്ടേ, നമ്മൾ കളിയാക്കിയെന്ന് പറഞ്ഞ് അവനെ നമുക്ക് വല്ലതും പറയാനൊക്കെ, നമ്മളൊന്നും പറയത്തില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ജോലി പഠിക്കണം, 10 പൈസ കിട്ടണം എന്നൊക്കെ പറഞ്ഞ് പോവും. രാവിലെ പോവും, വെളുപ്പിനെ എണ്ണിച്ച് എന്തെങ്കിലുമൊക്കെ കൂട്ടി വെച്ചിട്ട് രാവിലെ പോവും. എല്ലാവരുടെ കൂട്ടത്തിൽ പോവും, ജോലിയും ചെയ്യും, തമാശകളൊക്കെ പറയും. ഭയങ്കര ഇഷ്ടം എൻ്റെ സംസാരമൊക്കെ കേൾക്കാൻ ഇപ്പോഴും എല്ലാവർക്കും ഇഷ്ടമായി. തിരുവനന്തപുരത്തൊക്കെ നമ്മുടെ കായംകുളം സംസാരമല്ലേ. അങ്ങനെ ജോലിക്കൊക്കെ പോയി ഇഷ്ടം പോലെ വീണിട്ടൊക്കെ ഉണ്ട്, എല്ലാവരും കളിയാക്കും.
പിന്നെ 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 ഒരു പണിക്കാരി ആയില്ലേ. പിന്നെ കല്ല് ചമക്കാം, കരിങ്കച്ചില്ല് ചമക്കാൻ പോവും. പാറപ്പൊടി, മണൽ പൊടി, പച്ച ചാണാന, ഉണക്കച്ചാണാന, സിമെൻറ്റ് ചാക്ക്, ഇതെല്ലാം പിന്നെ തടി, റബ്ബറും തടി, ഇതെല്ലാം ചുമക്കാൻ പോയിട്ടുണ്ട്. പിന്നെ കയ്യാളായിട്ട് പോകും. കയ്യാളെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ പറയുന്ന മൈക്കാട് പണിയുന്ന, അങ്ങനെ ആ ജോലിക്ക് പോയിട്ടുണ്ട്. ഞാൻ കോൺക്രീറ്റിന് പോവും. കോൺക്രീറ്റിന് പോയാൽ ഞാൻ മേളത്തെ നിലയിലായാലും താഴത്തെ നിലയിലായാലും ലോഡിടാനാണ് നിൽക്കുന്നത്. ലോഡിട്ട് കഴിയുമ്പോൾ ലോഡിടാനെന്ന് പറഞ്ഞാൽ പിന്നെ പാറപ്പൊടി, മണൽ പൊടിയും സിമെൻറ്റും എല്ലാം നമ്മൾ ചുമന്നുകൊണ്ടിടണം. ലോഡ് കൂട്ടാൻ വേണ്ടി കോൺക്രീറ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ കൊണ്ടിട്ട് കൊടുക്കണം. അത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് നോക്കി നിൽക്കത്തില്ല. ഞാൻ പിന്നെ ചാന്തെടുത്ത് കൊടുക്കാനും നിൽക്കും. ചട്ടിക്കകത്ത് ചാന്തെടുത്ത് കൊടുക്കാൻ നിൽക്കും. അങ്ങനെയൊക്കെ ജോലിക്ക് കൊണ്ടുപോകുന്നവർക്ക് വലിയ കാര്യമൊക്കെയാണ്. ഞാൻ ജോലി ചെയ്യും. എനിക്കൊരു മടിയില്ല. എന്ത് പറഞ്ഞാലും അതുപോലെ ചെയ്യും. അങ്ങനെ ആ ജോലിക്കൊക്കെ പോവും. പിന്നെ റബ്ബറും വിളയൊക്കെ കാടെടുക്കാൻ സ്ഥിരം പോവുമായിരുന്നു. പിന്നെ തെങ്ങും മൂടെടുപ്പ്, വല്ലൊക്കെ നടാനും പിടിക്കാനും റബ്ബറും തൈ നടാൻ പോയിട്ടുണ്ട്. ഞാൻ ചെയ്യാത്ത ജോലിയൊന്നുമില്ല. റബ്ബർ വെട്ടാൻ മാത്രം എനിക്കറിയത്തില്ല. തൈ നടാനൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ചെയ്യാത്ത ജോലിയില്ല. പിന്നെ നാട്ടിൽ വെച്ച് കൊപ്ര പണിക്ക് പോവും. ചവരിച്ചോറ് ചമക്കാൻ പോയി. തൊണ്ട് മില്ലിലെ കയറി വിരിക്കുന്ന തൊണ്ട് മില്ലിൽ ചവരിച്ചോറ് ചമക്കാൻ പോയിട്ടുണ്ട്. പാചകത്തിന് നിന്നിട്ടുണ്ട്. കൊപ്ര പണിക്ക് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ കമ്പനിയിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഒരേ കമ്പനി ഈ മീനിൻ്റെ ഈ ഇറച്ചി കമ്പനി, അങ്ങനെയൊക്കെയുള്ള കമ്പനിയിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. എല്ലായിടവും പോയതാ. ഒരു രക്ഷയും ഇതുവരെ വന്നിട്ടില്ല. കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി കുഞ്ഞുങ്ങളെയൊക്കെ നോക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒന്നും സമ്പാദിക്കാനും എടുക്കാനും ഒന്നും നമ്മളെ കൊണ്ട് ഒത്തിട്ടില്ല. പിന്നെ ഇപ്പം ഞാനെന്ന് വെച്ചാൽ വാടകയ്ക്ക് താമസിക്കുന്നത്. ഞാൻ ചാനലിനകത്ത് ഇട്ടായിരുന്നു എൻ്റെ വീടും കാര്യങ്ങളും പരിസരങ്ങളും എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചിട്ട് ഞാനിപ്പം വാടകയ്ക്ക് താമസിക്കുന്നത്. ഇപ്പം എനിക്ക് ഒരു പണ്ടത്തെ പച്ചക്കട്ട പഴയ വീട്, പച്ചക്കട്ട കൊണ്ടുണ്ടാക്കുന്ന വീടുണ്ടല്ലോ, പണ്ടത്തെ പഴയ വീട്, ആ വീട്ടിലാണ് ഞാനിപ്പം താമസിക്കുന്നത്. നല്ല വീടൊക്കെ വേണമെങ്കിൽ വലിയ വാടക വേണം, പിന്നെ അഡ്വാൻസ് വേണം, ഒക്കെ വേണം. കറണ്ട് ബില്ലും എല്ലാം ആകുമ്പം കൂടുതൽ ഇതാവും. നമുക്കത് എടുക്കാനുള്ള ഒരു മാർഗ്ഗമില്ല. അങ്ങനെ പിന്നെ ഇപ്പം നമ്മൾ ഈ വീട്ടിൽ നിൽക്കുന്നത്. ഈ വീടിന് 2000 രൂപയാണ് അവർ മേടിക്കുന്നത് കേട്ടോ. വലിയ സെറ്റപ്പൊന്നും ഇല്ല. എന്നാലും നമുക്കിങ്ങനൊരു വീട് അവർ തന്നില്ലേ. എത്ര വർഷം കൊണ്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുക. നമുക്കത് നല്ല ഉപകാരമല്ലേ അവർ ചെയ്തത്. നമുക്ക് വാടകയൊന്നും അത്ര പ്രശ്നമൊന്നുമല്ല. നമുക്ക് അവരെ പുണ്യം പോലെ നമുക്ക് അവരെ കാണണം. നമുക്ക് ഇത്രയും വർഷം കൊണ്ട് നമുക്ക് ആ വീടൊരു തന്നില്ല അതുങ്ങൾ. അങ്ങനെ പിന്നെ ഇപ്പം ഇവിടെ തന്നെ ദൈവം എവിടെയെങ്കിലും ഒരു വഴി കാണിച്ചു തരുമെന്നുള്ള ഒരു മനസ്സാണ് എപ്പോഴും എൻ്റെ. പ്രായം ചെല്ലുന്ന സമയത്തിനെങ്കിലും ഒരു സുഖജീവിതം കിട്ടുമെന്നുള്ള ആ ഒരു രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനി ബാക്കി മറ്റുള്ള വീഡിയോയ്ക്കകത്ത് ഞാനിടാം.